ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ രണ്ടാമത്തെ പാർട്ട് അല്ലേ? അതെ, നമ്മുടെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി കേദാർകന്ത എഡിഷൻ. സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഷാങ്കറിയിലെത്തി നമ്മൾ ഭക്ഷണമൊക്കെ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണ് നമ്മുടെ അതെ, നോർത്തൻ ഭക്ഷണമാണ്. അതെ ചപ്പാത്തി, ചോറ്, പരിപ്പ് കറി. ഉം, ഉം. ആസ് യൂഷ്വൽ, ആസ് എക്സ്പെക്റ്റഡ്. ഇവിടെ അദ്ദേഹത്തിന് മട്ടേരി കഞ്ഞി ചോറ് വേണം, ചായ വേണം. കഞ്ഞി ഇല്ലാത്തതുകൊണ്ട് ചായ മേടിച്ച് ചായയുടെ കൂടെ മുക്കാൻ എന്തെങ്കിലും വേണം എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. പോട്ടെ, അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, അത് വിട്. എന്താണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ഷാങ്കറിയിലെത്തി നമ്മൾ അന്ന് രാത്രി തന്നെ നമ്മൾ എനിക്ക് ഓൾറെഡി എൻ്റെ മൂടൊക്കെ പോയി, ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ആ തണുപ്പിൽ നട്ടപ്പാതിരേക്ക് റെൻ്റ് ചെയ്യാൻ ദൂരെ എവിടേക്കോ പോകണമെന്ന് ഈ തൊട്ടപ്പുറത്ത് തന്നെ പറഞ്ഞു ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഓപ്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. എന്നാലും എനിക്ക് നടക്കാൻ വയ്യ. ഞങ്ങളതുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സത്യം പറഞ്ഞാൽ അത് അവരുടെ ഡിസ്കവറി എന്ന് പറഞ്ഞ ടീമിന്റെ തന്നെയാണ്. എന്നാൽ അവരുടെ തന്നെയാണ്. അപ്പോൾ അവിടെ കയറി അത്യാവശ്യം ഞങ്ങൾ റെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ വേഗം റെൻ്റ് ചെയ്തെടുത്ത് വെച്ചു. അതെ, അതിൽ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്നത് കോട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ജാക്കറ്റ്. നമ്മൾ ബാക്കി ഉള്ളിലെ ഇന്നർ ലെയേഴ്സ് ഒക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. വിൻഡ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ജാക്കറ്റ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് നമ്മൾ റെന്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയെടുത്താൽ മതി. നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ലത് കിട്ടുന്ന മനസ്സിലായിരുന്നു. നമ്മൾ നോക്കിയെടുത്തു, എനിക്ക് പറ്റിയെടുത്തു, ചിഞ്ചുവിനും എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ ട്രെക്കിംഗ് പോള് ഞങ്ങൾ രണ്ടുപേരും ഓരോന്നും എടുത്തു. എനിക്ക് മേ ബി ഒരെണ്ണം കൂടെ എടുക്കാമായിരുന്നു അഡീഷണലി, ബിക്കോസ് എനിക്ക് ആ നടുവിൻ്റെ ആ ഒരു പ്രശ്നം ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. കുറച്ചൊക്കെ ഞാൻ എൻ്റെ തന്നായിരുന്നു. അതൊക്കെ പക്ഷെ അത് കുഴപ്പമുണ്ടായില്ല, ബിക്കോസ് ഞാൻ പോയ വഴിയൊക്കെ 2 കോലും എനിക്ക് തന്നെ തന്നായിരുന്നു. ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ പിന്നെ നമ്മൾ ലഗേജ് വന്നിട്ട് മ്യൂളിന് കൊടുത്തു, കാരണം നടുവും പ്രശ്നമുള്ളത് കൊണ്ട്. പ്രശ്നമുണ്ട്, നടക്കില്ലായിരുന്നു. ഐ മീൻ അത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം കൂടി ആയിരുന്നു അത്. നമ്മള് ഒരു ഇൻ കേസിന്റെ മാത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ. അയ്യോടാ, അല്ല, എന്നാലും രണ്ടുപേരുടെയും രണ്ടുപേരും നമ്മൾ ഒരു ബാഗിലേക്ക് ആക്കി. എന്നിട്ട് ഒരു ബാഗ് നമ്മൾ ഷാങ്കറിയിൽ നമ്മൾ താമസിച്ച സ്ഥലത്ത് വെച്ചു. 2 ബാഗും തൂക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു ബാഗ്, അപ്പോൾ രണ്ടുപേരും കൂടെ സാധനങ്ങൾ ഒരു ബാഗിൽ നിറയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പിന്നെ നടു വെട്ടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളത് മ്യൂളിന് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മ്യൂള് ഞാനേ അല്ലേ. അപ്പോൾ എന്താണ്, യെസ്. അപ്പം നമ്മൾ ഷാങ്കറിന്ന് ഇത് റെന്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞു, ട്രക്കിംഗ് പോളിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലാത്ത സാധനം ഹെഡ് ടോർച്ച്. വെളിച്ചം കാണാൻ, രാത്രിയിൽ വെളിച്ചം കാണാൻ വഴി ഉണ്ടാവില്ല. നമ്മുടെ സമ്മിറ്റ് അടിക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രിയിലാണ്. മാത്രമല്ല, നമ്മൾ വൺസ് ഷാങ്കറിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ വെളിച്ചം എന്ന് പറയുന്നത്, രാത്രി ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോണെങ്കിലും ബാത്റൂമിൽ പോണെങ്കിലും നമ്മൾക്ക് വെളിച്ചം എന്ന് പറയുന്നത് ഈ ഹെഡ് ടോർച്ചാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞങ്ങൾ അതിനെ കുറച്ച് സില്ലി ആയിട്ട് കരുതിയിരുന്നോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിലോട്ട് വരാം. പക്ഷെ അതിന് മുന്നേ ഹെഡ് ടോർച്ച് ഉണ്ടായി. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറയുന്നത് ഗ്ലൗസ് ആയിരുന്നു. നമ്മുടെ ഒരു വാട്ടർ പ്രൂഫ് ഗ്ലൗസ് നമ്മൾ മേടിച്ചിട്ടില്ലായിരുന്നു. അവിടെ നല്ല സാധനം ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തപ്പോൾ അവർ പറഞ്ഞത് വാട്ടർ പ്രൂഫ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് പിന്നെ ഇൻട്രസ്റ്റിംഗ് സാധനമുള്ളത് ഈ 2 സാധനങ്ങൾക്കും, ഹെഡ് ടോർച്ചിനായാലും ഗ്ലൗസിനായാലും റെന്റ് കുറച്ച് കൂടുതലായിരുന്നു എന്നൊരു നല്ല ഡൗട്ട് ഉണ്ട്. കാര്യം അതിന്റെ വിലേനെ അനുപാതികമായിട്ട് നോക്കുമ്പോഴേ ജാക്കറ്റിന് 400 രൂപ റെന്റ് പറഞ്ഞത്, വിച്ച് ഇസ് ഫെയർ ഗെയിം. കാര്യം അതിന് അത്ര വിലയുള്ള സാധനമാണ് ഒരു പരിധിയിൽ, അത് നല്ല യൂസ്ഫുള്ളും ആണ്. പക്ഷേ ഈ പറയുന്ന ഹെഡ് ടോർച്ച്, ചെറിയ LED ഹെഡ് ടോർച്ച്, ഈ ഡ്രൈ സെൽസ് വെച്ചിട്ടുള്ള LED ഹെഡ് ടോർച്ച് 150 രൂപ. അതിന് വില തന്നെ 150 രൂപ ഞാൻ കണക്കൂട്ടിയേ പറയാൻ പറ്റുള്ളൂ. ഗ്ലൗസ് ആണെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ 100 രൂപ. അതെ, 10-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലൗസ് 100 രൂപ എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ആ 2 സാധനങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു നെഗറ്റീവ് അടിച്ചായിരുന്നു. പോട്ടെ, നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ മാർഗ്ഗമില്ലാത്തതാണ് നമ്മൾ ഇതൊക്കെ മേടിച്ച് കൈപ്പിടിച്ച്. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപയെ റെന്റിങ് എക്യുപ്മെന്റ് 500 രൂപ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് പയ്യെ നമ്മുടെ അടുത്ത ദിവസത്തിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ. നമ്മളെല്ലാം പറഞ്ഞു, റെന്റ് ചെയ്ത സാധനങ്ങളെല്ലാം പറഞ്ഞില്ലേ. അതായത് വിൻഡ് പ്രൂഫ് ജാക്കറ്റ് 2 പേർക്കും, വാക്കിംഗ് സ്റ്റിക്ക്, അതായത് വാക്കിംഗ് സ്റ്റിക്ക് അല്ല, ട്രക്കിംഗ് പോള്, ഹെഡ് ടോർച്ച്, പിന്നെ ഹാൻഡ് ഗ്ലൗസ്, പിന്നെ പോഞ്ചോ എടുത്തായിരുന്നു. പോഞ്ചോ അജയ്ക്ക് മാത്രം ഒരു പോഞ്ചോ എടുത്തായിരുന്നു. ബട്ട് എനിഹൗ ഇതാണ് മെയിൻലി അവിടെ ചെയ്ത കാര്യം. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട്
പിറ്റേ ദിവസത്തിനുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ അവർ ഒരു ബ്രീഫിംഗ് ഒക്കെ ചെയ്തായിരുന്നു നമ്മുടെ അടുത്ത്, എന്താണ് എങ്ങനെയായിരിക്കും അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ വെള്ളിയാഴ്ച സ്നോ വരുന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് പക്ഷേ വിശ്വാസം ഇല്ലായിരുന്നു, കാര്യം വെതർ പ്രൊഡിക്ഷൻ അല്ലേ ഇത്, ആരാ ഇപ്പം വെതർ ഇന്ന ദിവസം മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മളതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. നമ്മളിപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം എൻ്റെ കയ്യിലുള്ളത്, ഞാൻ ആദ്യം വിചാരിച്ചത് ബൂട്ട് നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുക്കാമെന്നായിരുന്നു. പക്ഷെ ഞാൻ നോക്കി വന്നപ്പം അവിടെ ചോദിച്ചപ്പോഴാലും ഗൈഡിനോട് ചോദിച്ചപ്പോഴാലും ട്രക്കിംഗ്, ഒരു നോർമൽ ട്രക്കിംഗ് ഷൂ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളൊരു ഓൾറെഡി അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാഷ്വൽ ഷൂ അതെ, ഉപയോഗിക്കാണ്ടിരിക്കുക. മോശമില്ലാത്ത രീതിയിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഓരോ ട്രക്കിംഗ് ഷൂസ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നിങ്ങളെ കാണിച്ചതാണ് പാക്കിംഗ് വീഡിയോയിൽ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു എന്തിനാ വെറുതെ വേറെ ഷൂവിൻ്റെ ആവശ്യം എന്താ. അപ്പോൾ നമ്മളത് റെൻറ്റിന് എടുത്തില്ല. അപ്പോൾ അതൊരു കാര്യം ഉണ്ടായി. പിന്നെ ഇപ്പം ഈ പറയണ വേറൊരു പ്രധാനപ്പെട്ട അൺപ്രഡിക്റ്റബിൾ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം പല അൺപ്രഡിക്റ്റബിൾ കാര്യങ്ങളും പറഞ്ഞു. അതിൽ ഏറ്റവും മറ്റൊരു കാര്യമുള്ളത് പവർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹില്ലി പഹാഡി സ്ഥലങ്ങളിൽ ഈ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതെ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അവരന്ന് പറഞ്ഞൊരു കഥ അനുസരിച്ചിട്ട് ഏതോ മരം വന്ന് കടപുഴകി വീണത് കാരണം എന്തോ ജുഗാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുകൂട്ട് പരിപാടിയിൽ എന്തോ ഇപ്പം കറണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും എപ്പോൾ വേണമെങ്കിൽ കറണ്ട് പോവാം. അതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്തത് കുളിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ ചെയ്തു. അവരൊരു ടൈം പറഞ്ഞ് ആ ടൈമിന്റെ ഉള്ളിൽ, അതായത് 6 മണിക്ക് ഒരു 6 മണി സമയമാകുമ്പോഴേക്കും കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രാവിലെ ഇത്ര സമയം വരെയൊക്കെ കറണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്നവർ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ കുളിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ തണുപ്പത്ത് നിൽക്കുമ്പം നമ്മുടെ അടുത്ത് കുളിക്കാൻ പറഞ്ഞ ഈ കേരളത്തിലുള്ളവരോട് ഇത്ര തണുപ്പത്ത് ഇപ്പോൾ കുളിക്കാൻ പറഞ്ഞാൽ, എനിക്കറിയില്ല കേരളം എന്നുള്ളത് ജനറൈസേഷൻ ആണ്. ഡ്രസ്സ് അഴിച്ച് മാറ്റണല്ലോ, വേറെ ഡ്രസ്സ് ഇടണമല്ലോ, നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന ഡ്രസ്സും ഇട്ട ഡ്രസ്സും അതൊക്കെ മാറ്റണമല്ലോ. എനിക്ക് അതിന് പോലും ഞാൻ മടിച്ച് നിന്നിട്ടാണ് അതുപോലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുളി എന്ന് പറയുന്ന സാധനം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ബട്ട് ഒരു കാര്യം ഉണ്ടായത്, ഞാൻ അറ്റ്ലീസ്റ്റ് രാവിലെ എണീറ്റിട്ട് ഒന്ന് പോയി ചൂടുവെള്ളം കിട്ടി. കുളിക്കാം. അപ്പോൾ ഞാൻ കറണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ അതാണ്ട് ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് കുളിക്കാനുള്ള പ്ലാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ, അല്ല, ഞങ്ങൾ വേറെ റൂമിലായിരുന്നു. ഞങ്ങൾ ഗേൾസ് വേറെ റൂമിലും ബോയ്സ് അങ്ങനെ വേറെ റൂമിലായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേര്, എൻ്റെ റൂമിലുണ്ടായിരുന്നവർ രണ്ടുപേര് എണീറ്റ്, രണ്ടുപേരും കുളിച്ചില്ല തോന്നുന്നു, ഒരാൾ എന്തോന്നു എനിക്കറിയില്ല, ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഉറങ്ങി എണീറ്റൊക്കെ വരുമ്പോഴത്തേക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം തീർന്നു. പിന്നെ എൻ്റെ പട്ടി കുളിക്കും. ഞാൻ പിന്നെ മറ്റേ വെറ്റ് ടിഷ്യൂസ് ഉണ്ടല്ലോ, നമ്മളൊരു ലോഡ് കൊടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ, വെറ്റ് ടിഷ്യൂസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ആ തണുപ്പത്ത് എങ്ങനെയൊക്കെ തുടച്ച് വടിച്ചെടുത്ത് ഡ്രസ് ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് ഷാങ്കരിയിൽ നിന്ന് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ, അപ്പോൾ അത് മറ്റൊരു അൺപ്രഡിക്റ്റബിലിറ്റി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയാണ് ഈ പറയുന്ന ലഗേജൊക്കെ കെട്ടി വെച്ച് മ്യൂളിന് കൊടുക്കുന്ന പരിപാടി അപ്പോഴാണ് നമ്മൾ ഒരു ചെയ്തത്. ബാഗ് നമ്മൾ ഷാങ്കരിയിൽ വെച്ചു, ഒരു ബാഗ് നമ്മൾ മ്യൂളിന് കൊടുത്തു. പിന്നെ ലെയറിങ് ഫസ്റ്റ് ഡേ എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. അയ്യോ നല്ല തണുപ്പാണല്ലോ, മഞ്ഞൊന്നും ഇല്ല കേട്ടോ, എന്നാലും നല്ല തണുപ്പാണ്, അപ്പോൾ തണുപ്പാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പേര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വലിച്ചു വാരി ഉള്ളതൊക്കെ എടുത്തിടുന്നു. ഇതെല്ലാവരും പറയുന്നുണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വിയർക്കും, ഇല്ലെങ്കിൽ ചൂടാവും, കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഊരിയിടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആരെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും എടുത്ത് ലെയർ അതെ, ഇടുന്നുണ്ട്. മിക്ക ആൾക്കാരും ഇപ്പം ഇവർ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊരു ഡ്രൈ ലെയർ, നടക്കുന്ന ഡ്രൈ സമയത്ത് ഫിറ്റ്. ഹൈക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊരു ഡ്രൈ ടീഷർട്ട് എടുക്കുക, അതിടുക, അതിൻ്റെ മുകളിൽ കൂടെ ഫ്ലീസ് ഇടുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന ജാക്കറ്റ്. ഇപ്പം എന്തായാലും ജാക്കറ്റിൻ്റെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു, ജസ്റ്റ് ഫ്ലീസ് മാത്രം ഇട്ടിട്ട് ഇറങ്ങാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ ഈ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ തണുപ്പ് ഫീൽ ചെയ്യുമല്ലോ, അതിന്റെ പുറത്താണെന്ന് ആൾക്കാരെല്ലാരും കൂടെ ഈ ലെയറുകളെല്ലാം പിടിച്ചിട്ട് മുകളിൽ കൂടെ ഇടും. പേടിച്ചിട്ടിരുന്നതാ. അപ്പോൾ നമ്മുടെ ഡൗൺ ജാക്കറ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺ ജാക്കറ്റ് ഈ ഫ്ലീസിന്റെ മുകളിൽ ഇട്ടായിരുന്നു, ബിക്കോസ് എനിക്ക് തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് നടന്ന് കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് പാരയാണ്. കാര്യം നമ്മൾ അകത്ത് ഭയങ്കര വീർപ്പുമുട്ടല, ആ ഒരു വേർപ്പ് വരുന്ന കാരണം ഭയങ്കര വീർപ്പുമുട്ടലായിരുന്നു. കാര്യം കുറച്ച് നടക്കുമ്പോഴേക്കും നമ്മുടെ ബോഡി നല്ലോണം ഹീറ്റ് ആവും. അപ്പോൾ ആ ഒരു തണുപ്പ് പിന്നെ ഫീൽ ചെയ്യാം നമുക്കൊരു എന്താ പറയുക, ഒരു പെർസ്പിറേഷനാണ് പിന്നെ ഫീൽ ചെയ്യുക. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ഇൻ ജനറൽ നമ്മൾ ഓരോ സ്റ്റേജ് പോകുമ്പോഴും നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടേണ്ട ഒരു ആവശ്യം എത്രയും നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ തണുപ്പുമായിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് തണുപ്പ്. ഇപ്പം നോർത്ത് നിന്നുള്ളൊരു ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ പോലെ, കർണാടകയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സൗത്തിൽ നിന്നാണല്ലേ, നിങ്ങളിങ്ങനെ ഇത്ര ലെയർ ഇട്ടിരിക്കല്ലേ,
നിങ്ങൾ കോൾഡുമായിട്ട് യൂസ്ഡ് ആവുക. കാര്യം നിങ്ങൾ സമ്മിറ്റിലോട്ട് പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും, എങ്ങനെ പോയാലും തണുപ്പായിരിക്കും, നിങ്ങൾ എത്ര ലെയർ ഇട്ടോ എന്തായാലും തണുപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന്, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സൈഡിൽ വന്നിട്ട് ഭയങ്കര പറയും എന്നുവെച്ചാൽ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുക, എൻ്റെ വൈഫ് അടക്കം ഈ പുള്ളിക്കാരി അടക്കം. അല്ല അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ, മനുഷ്യനല്ലേ ഞമ്മക്കല്ലേ അറിയുള്ളൂ നമ്മുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റേഷനറി ആയി കഴിയുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ ഈ അവസ്ഥയാണ്. അപ്പോൾ ഇവര് നമുക്ക് ഇങ്ങനെ ഉപദേശം തരുമ്പോഴൊന്നും ഒന്ന് പോവണ്ണുമ്പോളെ മനുഷ്യൻ ഇവിടെ തണുത്തിട്ട് മരിക്കാൻ നിൽക്കുമ്പോഴാണ് ഉപദേശം. വേണ്ട, രണ്ടും കൂടെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മള്, ഞാൻ പിന്നെ ഒന്ന് പോയ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് മാറി വന്നു. എന്തായാലും ഇങ്ങനെ സ്ഥിരം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എടുക്കുന്നത് നല്ലതാണ് പൊതുവെ. അപ്പോ അതാണ് ആ പ്രോസസ്സിനെ അക്ലമൈറ്റൈസേഷൻ എന്നാണ് പറയുക കേട്ടോ. അതായത് ഈ പൊരുത്തപ്പെടുന്ന ഒരു പ്രക്രിയ നമ്മള് പറയുന്നതാണ്. അനുരൂപനം അങ്ങനെ തോന്നുന്നു. ഒന്നുമില്ല, 20 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അപ്പ് ആൻഡ് ഡൗൺ. മുകളിലേക്ക് 10, താഴത്തേക്ക് 10 കിലോമീറ്റർ. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയിട്ട് വരേണ്ടതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ അങ്ങനെ ഒരു 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 സെയിം വെതർ കണ്ടീഷനിലോ അല്ലെങ്കിൽ ഒരു സെയിം ജോഗ്രഫിക്കൽ കണ്ടീഷനിൽ കൂടെയോ അല്ല നമ്മൾ പോകുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 3 ദിവസം എടുക്കുന്നത്. ഈ ഒരു ക്ലൈംബിന് നമ്മൾ 3 ദിവസം എടുക്കുന്നതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒരു 3 to 4 മണിക്കൂർ നമ്മൾ ക്ലൈംബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുന്നു, ഹൈക്ക് ചെയ്ത് പോകുന്നു, പിന്നെ റെസ്റ്റ് ചെയ്യുകയാണ്. ആ റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മസിൽ പെയിൻ കാരണമോ ഹാർട്ടിൻ്റെ പ്രശ്നം കാരണമോ ഒന്നും ആയിരിക്കില്ല നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത്. നമ്മളത് അക്ലമൈറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. അവിടെ ക്ലൈമറ്റുമായിട്ട് നമ്മൾ നമ്മുടെ ബോഡീനെ ഒന്ന് അല്ലേ പൊരുത്തപ്പെടുത്താൻ. അത് നമുക്ക് അതിലോട്ട് വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഒരു ലോവർ ബേസ് ക്യാമ്പിലോട്ടുള്ള യാത്രയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു ഇത്ര 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ സാധനം, നമ്മൾ ഒരു 5 മണിക്കൂർ എടുത്തു എന്ന് പറഞ്ഞാലും അതെ. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ സ്റ്റേഷനറി ആയല്ലോ. വൺസ് നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റേഷനറി ആയി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ഒരു ഈസി ട്രക്കായിരുന്നു. അവിടെ നിന്ന് ആ ഫസ്റ്റ് ക്യാമ്പ് വരെ, ഷെപ്പേർഡ്സ് ക്യാമ്പ് എന്നാണ് അതിന് പേര് പറഞ്ഞിരുന്നത്. നമ്മൾ ജുദാക്ക തലാബ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അവിടെ അല്ല കേട്ടോ സ്റ്റേ ചെയ്തത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ജുദാക്ക തലാബ് എന്നാണ് പറഞ്ഞത്. അവിടെ അല്ല സ്റ്റേ ചെയ്തത്. അതിൻ്റെ കുറച്ചും കൂടെ താഴത്തുള്ള ഒരു 2 ക്യാമ്പുകൾ കഴിഞ്ഞിട്ട് അല്ലേ, 1 or 2 ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ളൊരു ഡിസ്റ്റൻസിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ നമ്മളാ ഒരു കുറച്ചും കൂടെ ഈസി ട്രക്കായിരുന്നു, ഹൈക്കായിരുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന ഷെപ്പേർഡ്സ് ക്യാമ്പ്, ഫസ്റ്റ് ബേസ് ക്യാമ്പിലോട്ട്, ഫസ്റ്റ് ക്യാമ്പിലോട്ട്. അപ്പോൾ പക്ഷേ അവിടെ വൺസ് അവിടെ ചെന്ന് കഴിഞ്ഞ് ഒന്ന് സ്റ്റേഷനറി ആയപ്പോൾ, നമ്മൾ അനങ്ങാണ്ടായി കഴിഞ്ഞപ്പം തണുപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഫീൽ ചെയ്ത് തുടങ്ങി. ബിക്കോസ് ഇതുവരെ ഫീൽ ചെയ്യാത്ത രീതിയിൽ കോച്ചിന്ന് തണുപ്പ്, എൻ്റെ കൈയൊക്കെ തണുത്തില്ലാണ്ടായിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കൈ മൊത്തത്തിൽ ഇങ്ങനെ ഉറച്ച് ഭയങ്കര തണുപ്പ്. പൊതുവെ എൻ്റെ കൈ അങ്ങനെ അങ്ങോട്ട് തണുക്കാറില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കൈയൊക്കെ തണുത്തിട്ട് എനിക്ക് ഒരു രീതിയിലും ഇവൻ ഇത്രയും കൊഴുപ്പുള്ള ഇവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇത്രയും കൊഴുപ്പുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. പക്ഷെ അന്ന് ഞാൻ കണ്ടത് വെച്ചിട്ട് നിങ്ങളൊക്കെ പിന്നെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ കിടന്ന് വിറക്കി ചൂട് കിട്ടിയിട്ടും ഞാൻ അവിടെ ധാബയുണ്ടേ. അപ്പോൾ അവിടെ ധാബയിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതെ അതെ അതെ. പണ്ട് മറ്റേ ഡിസംബർ സമയത്ത് എനിക്കാണെങ്കിൽ ഇതിന്റെ അടുപ്പിൽ നിന്ന് അടിക്കുന്ന പുകയടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരാള് എന്റെ മുന്നിൽ തന്നെ ശീലമുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായം, അതിന്റെ മുന്നത്തെ പ്രായത്തൊക്കെ നമ്മൾ പണ്ട് എൻ്റെ നാട് പാലക്കാടാണ്. അപ്പൊ പിന്നെ അടുപ്പൊക്കെ പുറത്തായിരുന്നു. ഈ മറ്റേ മെയിൻ അടുപ്പൊക്കെ പുറത്തായിരുന്നു. സ്റ്റൗവൊക്കെ ഉള്ളിലുള്ളൂ. അതൊക്കെ സ്റ്റൗവൊക്കെ എൻ്റെ അമ്മയൊക്കെ വല്ല ആണ്ടിൻ്റെ അമാവാസിന് ഉപയോഗിക്കുന്ന പോലെയാണ്. സ്റ്റൗവൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും വിറകിട്ടിട്ട് കത്തിക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ചോട്ടിൽ പോയിട്ട് മറ്റിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കുതിച്ചിരുന്നിട്ട് ഇങ്ങനെ മറ്റേ തീക്കായുന്ന സ്വഭാവം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമായിട്ട് തോന്നിയില്ലായിരുന്നു. ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചൂട് പിടിക്കും വേണം വന്നാൽ നമുക്ക് ഈ പുക കൊള്ളാനും പറ്റില്ലല്ലോ. വലിയ വലിയ പുള്ളികള്.